ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 24-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യം, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുകയാണ്, യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ നിൽക്കുന്നവരാണ്, യാത്രയിലാണ്, ഒരിടത്തേക്ക് പോകാം എന്ന ഉറപ്പോടെ സഞ്ചരിക്കുന്നവരാണ്. ഒരു സ്ഥലത്ത് നമ്മൾ എത്തും എന്നൊരു പൂർണ്ണ വിശ്വാസം നമ്മുടെ അകത്തുണ്ട്. ആ സ്ഥലത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, യഹോവയുടെ പർവ്വതം, യഹോവയുടെ സ്ഥലം, അവിടെ ആര് കയറും? ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ സഞ്ചരിച്ചാലും ആ പർവ്വതത്തിൽ എത്താമെന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. എങ്ങനെ മുമ്പോട്ട് സഞ്ചരിച്ചാലും എന്നെ ദൈവം വിളിച്ചല്ലോ, എന്നെ ദൈവം കണ്ടല്ലോ, എന്നെ ദൈവം തിരഞ്ഞെടുത്തല്ലോ, എനിക്ക് ആ പർവ്വതത്തിൽ കയറാം, ഞാൻ അവിടെ എത്തും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട്. വിശ്വാസം നല്ലതാണ്, വിശ്വാസമാണ് എല്ലാം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ സഞ്ചരിക്കണം? ഇവിടെ പറയുന്നു, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ കള്ളസത്യം ചെയ്യാതെ. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. പ്രിയരെ, മോശ കനാനിലേക്ക് താൻ എത്തിയില്ല. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതൊന്ന് ചെയ്തതേ ഉള്ളൂ. എന്ത്? യഹോവയ്ക്ക് മോശ ഇഷ്ടമില്ലേ? മോശയോട് സ്നേഹമില്ലേ? പക്ഷെ എന്തുകൊണ്ട് അത് അനുവദിച്ചില്ല? ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ട് വചനം പറയുന്നു, യോശുവയും കാലേബും മാത്രമേ എത്തിയുള്ളൂ അവിടെ നിന്ന് പുറപ്പെട്ടതിൽ. എന്ത്? വിളിച്ചിറക്കിയ ദൈവത്തിന് അവരോട് സ്നേഹമില്ലേ? എല്ലാവർക്കും എങ്ങനെ നടന്നാലും അവിടെ ചെന്ന് കയറാം എന്ന് ചിന്തിച്ച് പ്രിയരെ സഞ്ചരിക്കരുത്. ദൈവത്തിന് മോശയോട് സ്നേഹം ഉണ്ടായിരുന്നു, മോശയ്ക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വ്യാജ സന്ദേശങ്ങൾ കേട്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ സഞ്ചരിച്ചാലും കർത്താവ് നമ്മൾ അവിടെ കൊണ്ട് എത്തിക്കും എന്നൊരു ഉറപ്പൊക്കെ വാഗ്ദാനം ചെയ്യുന്നവർ, അതൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങ് എത്തും എന്ന് പ്രതീക്ഷിച്ച് പ്രിയരെ ഒരിക്കലും സഞ്ചരിക്കരുത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കാതെ, കർത്താവ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ജീവിക്കാതെ, ദൈവം അനുവദിച്ചിരിക്കുന്നത് പോലെ സഞ്ചരിക്കാതെ ആ പർവ്വതത്തിൽ കയറാനോ ആ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കാനോ ഒരിക്കലും കഴിയത്തില്ല. അന്ന് പഴയ നിയമത്തിനകത്ത് മോശയ്ക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ പുതിയ നിയമത്തിനകത്ത് ഒത്തിരി പേര് ജീവിതത്തിനകത്ത് ഈ പർവ്വതത്തിൽ കയറാം എന്ന് പറഞ്ഞ് സഞ്ചരിച്ച് വിശ്വസ്തയോടെ കയറിയ ഒത്തിരി പേര് നിൽക്കുമ്പോൾ നമ്മളും ആ വിശ്വസ്തതയ്ക്കകത്ത്, ലേഖനത്തിൽ പറയുന്നുണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം, എന്തുവാണ് അവരുടെ സാക്ഷ്യം? നിർമ്മല ഹൃദയം, നിർവ്യാജ സ്നേഹം, കള്ളസത്യം ചെയ്യാതെ വിശ്വസ്തയോടെ സഞ്ചരിച്ച ഒരു വലിയ കൂട്ടം പേര് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി ആ പർവ്വതത്തിൽ കയറാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.